ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഇതിനും സിമ്പിളായിട്ട് ഇനി പോക്കറ്റ് വെച്ചിട്ടുള്ള കുർത്തി ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമ്മൾ സെപ്പറേറ്റ് തുണി വെച്ചൊന്ന് അറ്റാച്ച് ചെയ്യാണ്ട് സെയിം ഇതേ ഫാബ്രിക്കിൽ തന്നെ പോക്കറ്റും കട്ട് ചെയ്ത് ഇട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത്രയും സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു പോണേ. എന്തായാലും ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ നമുക്ക് തുണി 4ആയിട്ട് മടക്കിയിടാം. അപ്പോൾ സാധാരണ കുർത്തിക്ക് എങ്ങനെയാണോ തുണി 4ആയിട്ട് മടക്കിയിടണേ അതുപോലെ തന്നെ മടക്കിയിടുക കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് മടക്കിയിടണേന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഈ ഒരു പേപ്പറിൽ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ തുണി. ആദ്യമേ തന്നെ ഈ ഒരു തുണീനെ ഞാൻ നീളത്തിലൊന്ന് ഹാഫായിട്ട് മടക്കുകയാണ്. അപ്പോൾ ഇതാണ് നീളം, അതിനൊന്ന് ഹാഫായിട്ട് മടക്കി. ഇനി തുണിയുടെ വീതിക്ക് ഒന്നും കൂടി ഹാഫായിട്ട് മടക്കുക. അപ്പോൾ ഇതാണ് വീതിയുടെ ഭാഗം, അതിനൊന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുത്തു. അപ്പോൾ ദേ തുണീനെ 4ആയിട്ട് നമ്മളിപ്പോൾ മടക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡ് കംപ്ലീറ്റ് മടക്ക് വെച്ചാണ് കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആണ്. ഓപ്പോസിറ്റ് ഭാഗം കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സാധാരണ മടക്കിയിടുക കേട്ടോ, എങ്ങനെയാണോ കുർത്തിക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ മുകൾ വശം 2 പീസായിട്ട് മടക്കായിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഏറ്റവും അടിവശം കംപ്ലീറ്റ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണോ പേപ്പർ മടക്കിയത് അതുപോലെ തന്നെ ഞാനിവിടെ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും അടിഭാഗത്ത് ടേപ്പ് വെച്ച് മുകളിലേക്ക് എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടേ ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എത്രയാണോ ലെങ്ത്ത് വേണ്ടേ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്യണം കേട്ടോ. 1 ഇഞ്ച് അടിഭാഗം മടക്കി അടിക്കാനും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും. അപ്പോൾ ഞാനിവിടെ അടിയിൽ നിന്ന് 41 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ഒരു മുകൾ ഭാഗത്തു നിന്നാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യണേ. ഇതാണ് മുകൾ ഭാഗത്തെ മെറ്റീരിയൽ, ഇതിൽ നിന്നാണ് സ്ലീവിനുള്ള കട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഈ ലൈനിൽ കൂടെ അങ്ങ് സ്ട്രെയിറ്റ് ഇതങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മുകളിലെ പീസ് സ്ലീവിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങ് കറക്റ്റായിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുകൾ ഭാഗത്തെ മെഷർമെന്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മുകളിൽ ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് 7 ഇഞ്ച് വരണേ, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നേരെ അടിയിലേക്ക് ആം ഹോളും 7 ഇഞ്ച് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അപ്പോൾ മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് 7 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് ഈ ഒരു ഭാഗത്തും 7 ഇഞ്ച് തന്നെയല്ലേ എന്നൊന്ന് കൺഫേം ചെയ്തിട്ട് അതിനെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. അപ്പൊ ഇതങ്ങ് സ്ട്രെയിറ്റ് അങ്ങ് നീട്ടി വരയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു ആം ഹോള് എൻഡ് ചെയ്ത പാർട്ടില് ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 9.5 ഇഞ്ചാണ് ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്യണേ. അപ്പൊ 9.5 ഇഞ്ച് ഇവിടെയാണ് വരണേ, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്ലസ് 1.5 ഇഞ്ചും മാർക്ക് ചെയ്തു. അപ്പൊ ചെസ്റ്റിന്റെ മെഷർമെന്റ് 9.5 ഇഞ്ച്, തയ്യൽ തുമ്പ് 1.5. അപ്പൊ ആ ഒരു ഇത് സ്ട്രെയിറ്റ് ഇങ്ങനെ ഒന്ന് നീട്ടി വരയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് മുകൾ ഭാഗത്ത് ടേപ്പ് വയ്ക്കുക, വേസ്റ്റിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ വേസ്റ്റിന്റെ ലെങ്ത് 13 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. അപ്പൊ ഇവിടെയാണ് 13 ഇഞ്ച് വരണേ, അവിടെ ഒന്ന് മാർക്കിംഗ് കൊടുത്തു. ഇനി നേരെ അടിയിലേക്ക് ഞാനൊരു 19 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് 19 ഇഞ്ച് വരണേ, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഇവിടുത്തെ മെഷർമെന്റ്സ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു വേസ്റ്റിന്റെ അവിടുത്തെ മെഷർമെന്റ് മാർക്ക് ചെയ്യാണ്. അപ്പൊ വേസ്റ്റിന്റെ അവിടെ ഞാൻ 8.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പൊ 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പ്ലസ് അവിടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കണേ. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ആ ഒരു ഹിപ്പിന്റെ അവിടുത്തെ മെഷർമെന്റ് ആണ് മാർക്ക് ചെയ്യണേ. ഞാനൊരു 10 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 10 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ ഞാൻ തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് മെഷർമെന്റ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഷേപ്പ് ചെയ്ത് അങ്ങ് വരയ്ക്കാം കേട്ടോ. സാധാ നിങ്ങൾ കുർത്തിക്ക് മെഷർമെന്റ് മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്യുക.
അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ്സ് ഒക്കെ ഭംഗിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നെക്കിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാണ്. ഞാൻ നെക്ക് 3.5 ഇഞ്ചാണ് നെക്കിൻ്റെ അകലം കൊടുക്കുന്നത്. നെക്കിൻ്റെ അകലം ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഷോൾഡർ സ്ലോപ്പ് ആയിട്ട് 1/2 ഇഞ്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തു. അതിനൊന്ന് ചെരിച്ച് വരയ്ക്കാം. ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് കഴിഞ്ഞിട്ടുള്ള മെഷർമെന്റ് എത്രയാണെന്ന് ജസ്റ്റ് അളന്ന് നോക്കുക. അതിന്റെ കറക്റ്റ് പകുതി കണ്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ അതിന്റെ കറക്റ്റ് പകുതി കണ്ട് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അപ്പൊ ഈ ഒരു ലെങ്ത്തിന്റെ കറക്റ്റ് പകുതി കണ്ട് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ആം ഹോൾ കർവ് ഭംഗിയായിട്ട് വരയ്ക്കുകയാണ്. അങ്ങനെ ഭംഗിയായിട്ട് ആം ഹോൾ കർവും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊരു കോളർ കുർത്തിയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഞാൻ സാധാരണ 6.5 കൊടുക്കാറ്. കോളർ ആയതുകൊണ്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്തതാണ്. ഇപ്പം നിങ്ങൾക്ക് സാധാ കുർത്തി മതിയെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കോളർ കുർത്തി ചെയ്യുന്നേ ഉള്ളൂ. ഇനി നേരെ അടിയിലേക്ക് ഞാനൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോളർ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ. ഈ ഒരു കോളറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ചെയ്യാനും സിമ്പിളാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടും എലഗൻ്റ് ആയിട്ടും നിൽക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 1/2 ഇഞ്ചും മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് കോളറല്ല താല്പര്യമെങ്കിൽ സാധാ നെക്കാണെങ്കിൽ അതും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു പോയിന്റും ഈ 1/2 ഇഞ്ചിൽ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിന്റും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. ഇനി നമുക്ക് നേരെ അടിയിലേക്കുള്ള മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഇത് എ ലൈൻ കുർത്തിയാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ എ ലൈനിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ നേരെ അടിയിലേക്ക് ഒന്ന് ചെരിച്ചങ്ങ് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മാർക്ക് ചെയ്ത 19 ഇഞ്ച്. ഇത് അവിടുത്തെ വണ്ണം. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് അടിയിലേക്ക് ഒന്ന് ചെരിച്ചങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ചെരിച്ചങ്ങ് മാർക്ക് ചെയ്ത് പോയാൽ മതി. കണ്ടില്ലേ, ജസ്റ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒന്ന് ഡയഗണലായിട്ട് ഇതുപോലെ ചെരിച്ചു വരച്ചു. ഇനി അടിഭാഗം ഇങ്ങനെ തൂങ്ങി നിൽക്കാണ്ടിരിക്കാനായിട്ട് ഒരു 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് ഒന്ന് കയറ്റി മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അതൊന്ന് ഈ ഒരു ഡയഗണലായി ഒന്നിങ്ങനെ ചെരിച്ച് ഒന്ന് കർവ് ചെയ്തിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു അടിഭാഗത്തുനിന്ന് കാണാലോ. അപ്പം അടിഭാഗത്തെ മാർക്കിങ്ങും ഇവിടെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിഭാഗത്തേക്കുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ ഭംഗിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള നമ്മുടെ പോക്കറ്റിൻ്റെ മാർക്കിങ്. അപ്പം അതിനായിട്ട് ഈ ഒരു മുകൾ ഭാഗത്ത് നമ്മൾ ടേപ്പ് വയ്ക്കുക. മുകളിൽ ടേപ്പ് വെച്ചിട്ട് ഞാൻ നേരെ അടിയിലേക്ക് ഒരു 16 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നേരെ അടിയിലേക്ക് 16 ഇഞ്ചിലൊന്ന് മാർക്കിങ് കൊടുത്തു. ഇനി ആ ഒരു 16 ഇഞ്ചിൽ നിന്ന് നേരെ അടിയിലേക്ക് ഒരു 6 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 16ൻ്റെ അടിയിലേക്ക് 6 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ 2 മാർക്കിങ്ങും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് 16 ഇഞ്ച്, പിന്നെ ആ ഒരു 16 മാർക്ക് ചെയ്തതിന് നേരെ അടിയിലേക്ക് 6 ഇഞ്ചും മാർക്ക് ചെയ്തു. ഇനിയാണ് നമ്മൾ ആ ഒരു പോക്കറ്റിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ ആ ഒരു പോക്കറ്റിൻ്റെ ഷേപ്പ് ഞാൻ ഈ ഒരു രീതിക്കാണ് കേട്ടോ വരയ്ക്കണേ. ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ ദേ ഭംഗിയായിട്ട് നമ്മൾ പോക്കറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വരച്ച ഈ ഒരു ഷേപ്പ് നിങ്ങൾ ഈ ഒരു സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർക്കിങ്. ഇനി നമുക്കിത് ഭംഗിയായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സൈഡ് ഭാഗം നമുക്ക് ആദ്യം കട്ട് ചെയ്യാം കേട്ടോ. ഇവിടെയും വരെ കട്ട് ചെയ്ത് വന്ന് പിന്നെ ഈ ഒരു ഷേപ്പിൽ കൂടെ വേണം അടിയിലേക്ക് കട്ട് ചെയ്യാനായിട്ട്. ഈ ഒരു ഭാഗം സെപ്പറേറ്റ് കട്ട് ചെയ്ത് എടുക്കരുത് കേട്ടോ. ഇതിവിടെയും വരെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു പോക്കറ്റ് കട്ട് ചെയ്യാം കേട്ടോ.
അങ്ങനെ ദേ ഭംഗിയായിട്ട് നമ്മൾ കുർത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദേ ഈ ഒരു പോക്കറ്റിൻ്റെ ഭാഗമൊക്കെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കണേ. ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ദേ നമ്മൾ ഷേപ്പ് ചെയ്ത് വന്ന് ദേ ഇതിക്കടെ കുറച്ച് തയ്യൽ തുമ്പിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് വേറെ ഒരു ക്ലാസ്സിൻ്റെ ആവശ്യമില്ല. ദേ നമ്മൾ സാധാ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വന്ന് ഇവിടെ എത്തുമ്പോൾ ഇവിടെ കുറച്ച് തയ്യൽ തുമ്പിട്ട് ഇതേ ഷേപ്പിനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വന്ന് നേരെ അടിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകും. ഇതിപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് പോക്കറ്റ് കിട്ടും കേട്ടോ. രണ്ട് സൈഡിലും പോക്കറ്റ് വരും. നിങ്ങൾക്ക് ഒരു സൈഡിലും മതിയെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെയാണ് കേട്ടോ വരിക. രണ്ട് പീസിലും ഇതുപോലെ കട്ടിങ് വന്നിട്ടുണ്ട്. രണ്ട് സൈഡിലും പോക്കറ്റ് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് രണ്ട് സൈഡിലും പോക്കറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് അതെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കോളർ കുർത്തി ആയതുകൊണ്ട് ബാക്കിൽ ഞാൻ കട്ട് ചെയ്യുന്നില്ല, ഫ്രണ്ട് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്ക് പോർഷൻ ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ബാക്ക് പോർഷൻ മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബാക്ക് പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് ഭംഗിയായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കോളറൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രണ്ടിലെ കോളറിൻ്റെ ഭാഗം അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈക്കുഴി ഒന്ന് കുഴിച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലെ കൈക്കുഴി ചെറുതായിട്ട് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ്സ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ലീവ്സിനായിട്ട് മുകളിൽ മാറ്റി വെച്ച പീസില്ലേ, ആ ഒരു സെയിം പീസ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കണേ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് രണ്ട് പീസായിട്ട് ഇത് ഇതുപോലെ മടക്ക് വെച്ചാണ്. ഈ ഒരു സൈഡ് ഇത് ഇതുപോലെ മടക്ക് ഭാഗമാണ് കേട്ടോ പറഞ്ഞത്, ഈ ഒരു സൈഡ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആണ്. ഈ ഒരു അടിവശവും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. ആ ഒരു മുകൾ ഭാഗത്ത് പീസ് അതുപോലെ തന്നെ എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് ഭാഗമായിട്ട് മടക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു മുകൾ ഭാഗത്ത് നമുക്ക് സ്ലീവ്സിൻ്റെ ലെങ്ത് അങ്ങ് മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവ്സിൻ്റെ ലെങ്ത് വേണ്ടേ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 1 ഇഞ്ച് അടിഭാഗം മടക്കി അടിക്കാനും 1/2 ഇഞ്ച് ഷോൾഡറായിട്ട് അറ്റാച്ച് ചെയ്യാനും. അപ്പോൾ ഞാൻ 16.5 ഇഞ്ച് ഇവിടെ ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് 8 ഇഞ്ച് കിട്ടിയതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഞാൻ സൈഡിലേക്കായിട്ട് ഒരു 3 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് സ്ലീവ്സൊക്കെ കട്ട് ചെയ്യണത്, നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടും കിട്ടുന്ന മെത്തേഡാണ്. അപ്പോൾ ദേ ഈ ഒരു സൈഡിലേക്ക് ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ദേ ഈ ഒരു പോയിന്റും നമുക്ക് ഡയഗണലായിട്ട് വരയ്ക്കാം കേട്ടോ. അത് ഇതുപോലെ ഒന്ന് ചെരിച്ചങ്ങ് വരയ്ക്കുക. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് ഇപ്പോൾ വരച്ച ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ പകുതി കണ്ടങ്ങ് മാർക്ക് ചെയ്തേക്കുക. അപ്പോൾ ദേ അവിടെ ടേപ്പ് വെച്ചു. ഈ ഒരു ലൈൻ എത്രയുണ്ടെന്ന് അളന്ന് നോക്കി അതിൻ്റെ പകുതി കണ്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്തു കേട്ടോ. അപ്പം അതിൻ്റെ പകുതി വരുന്നത് ഇവിടെയാണ്, അവിടെ ഒന്ന് മാർക്കിങ് കൊടുത്തു. അങ്ങനെ ഈ ഒരു ലൈനിൻ്റെ കറക്റ്റ് പകുതി കണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്ന് അടിയിലേക്ക് കർവ് നമ്മൾ ഉള്ളിലേക്കാണ് കേട്ടോ വരച്ചു കൊടുക്കണേ. ചെറുതായിട്ട് ഉള്ളിലേക്ക് ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുകയാണ്. കിട്ടിയില്ലേ? ഇനി ഈ ഒരു പോയിന്റിന്റെ മുകളിലേക്ക് നമ്മൾ കർവ് പുറത്തേക്കാണ് വരച്ചു കൊടുക്കണേ. ഓക്കെ, അങ്ങനെ ദേ ആ ഒരു സ്ലീവിൻ്റെ കർവ് നമ്മൾ ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്ലീവ് കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ പല മെത്തേഡും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വർക്കിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ്. ഇനി നേരെ അടിയിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തിട്ടുണ്ട്. നേരെ അടിയിലേക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു കേട്ടോ. ഇനി
ഈ ഒരു സ്ലീവിൻ്റെ ഏറ്റവും തുമ്പത്തുള്ള മെഷർമെൻറ്റ് അവിടുത്തെ വണ്ണം ഞാൻ 5.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 5.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെയും തയ്യൽ തുമ്പ് 1.5 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു ഒറ്റ ഭാഗത്തെ മെഷർമെൻറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ വണ്ണമുള്ള ഭാഗം ഉണ്ടല്ലോ മുകൾ ഭാഗത്ത്, അവിടുത്തെ വണ്ണം ഞാൻ ആ ഒരു ഷേപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം 4.5 ഇഞ്ചിൽ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടുത്തെ വണ്ണം ഞാൻ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. 6.5 ഇഞ്ച് ഇവിടെയാണ് പറഞ്ഞത്, അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അവിടെ നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കണം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു 13 ഇഞ്ചിൽ ആ ഒരു എൽബോൻ്റെ ഭാഗം ഉണ്ടല്ലോ, 13 ഇഞ്ചിൽ അവിടുത്തെ വണ്ണവും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 13 ഇഞ്ചിൽ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു 5.25 ഇഞ്ചാണ് കേട്ടോ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. 5.25 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4.5 ഇഞ്ചിൽ 6.5 മാർക്ക് ചെയ്തു, പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. 13 ഇഞ്ചിൽ 5.25 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും നേരെ അടിയിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പുകളൊക്കെ ഒന്ന് ആദ്യം ജോയിൻ ചെയ്ത് വരയ്ക്കാം കേട്ടോ. കണ്ടില്ലേ, തയ്യൽ തുമ്പുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു. ഇനി ഈ പോയിന്റുകളും കണക്ട് ചെയ്ത് വരയ്ക്കാം. കിട്ടിയല്ലോ. ഇനി ഇതങ്ങ് ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് സെൻറ്ററും കണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കാം. അങ്ങനെ 2 സ്ലീവിൻ്റെയും നല്ല വശം ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ലീവിൻ്റെ നല്ല വശവും ചേർത്ത് ഇതുപോലെ വെച്ചു. ഇനി ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ഒന്ന് എടുത്ത് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതേ ഫ്രണ്ടിലെ സ്ലീവ് ഭംഗിയായിട്ട് കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ടിലെ സ്ലീവ് അറിയാനായിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുത്തേരാ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ അതങ്ങ് മാറിപ്പോവും. അപ്പോൾ ചെറിയൊരു കട്ടിട്ട് കൊടുത്താൽ മതി. അങ്ങനെ അതേ ഭംഗിയായിട്ട് സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ബോഡി പാർട്ടും സ്ലീവ്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ സാധാ കുർത്തി ചെയ്യണ പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഷേപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു പോക്കറ്റും കൂടി ഒന്ന് ചേർത്തങ്ങ് ഷേപ്പ് ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്യാനായിട്ട്. നിങ്ങൾ എന്തായാലും ഈ ഒരു മോഡൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.